ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്ന് കരുതിക്കൊണ്ടുള്ള എറണാകുളത്തെ വിശുദ്ധ കുർബാനയുടെ പേരിലുള്ള ഈ തർക്കങ്ങൾ ആരും ജയിക്കുകയുമില്ല, ആരും പരാജയപ്പെടുകയില്ല. പക്ഷേ പരാജയപ്പെടുന്നത് ക്രിസ്തുവും അവിടുത്തെ സഭയുമായിരിക്കും എന്ന് കരുതുന്നത് നല്ലതാണ്. വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമായ രീതിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രൈസ്തവനും. വിളിച്ചവൻ്റെ സൽഗുണങ്ങൾ, പൂർണ്ണമായ വിനയം, പൂർണ്ണമായ സൗമ്യത, പൂർണ്ണമായ ദീർഘക്ഷമ, സ്നേഹത്തിൽ അന്യോന്യമുള്ള പരസ്പര ക്ഷമ, ആത്മാവിൻ്റെ ഐക്യത, സമാധാനത്തിലുള്ള ബന്ധം, ഇവയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ചവനോട് വിധേയരായിരിക്കാനാണ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ളതെല്ലാം വിളിച്ചവനോടുള്ള വെല്ലുവിളിയാണ് എന്ന് നാം മറന്നു പോകരുത്. എറണാകുളത്തുള്ള നൂറുകണക്കിന് വൈദികര് എറണാകുളം രൂപതയ്ക്ക് പുറത്തും വിദേശ രാജ്യത്തും സേവനം ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഏകീകൃത വിശുദ്ധ കുർബാനയാണ് അർപ്പിക്കുന്നത്. എറണാകുളം രൂപതയിൽ നിന്ന് എറണാകുളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും സന്ദർശിക്കുന്ന വൈദികരെല്ലാം അർപ്പിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനയാണ്. കഴിഞ്ഞ 25 വർഷമായി ഏകീകൃത വിശുദ്ധ കുർബാനയിൽ മാത്രം പങ്കെടുക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ 1999 സീറോ മലബാർ സഭയുടെ വളർച്ചയൊന്നുകൊണ്ട് മാത്രമാണ് കുർബാന ഏകീകരണം നടന്നത്. ആഗോളതലത്തിലേക്ക് സഭ വളർന്നു പടർന്നു പന്തലിച്ചപ്പോൾ സഭയ്ക്ക് ഒരു ആരാധനാരീതിയും ഒരു സഭയും എന്ന കാഴ്ചപ്പാട് പുണ്യശ്ലോകനായ വർക്കിവിധേയത്തിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ എടുത്തതാണ്. അങ്ങനെയാണ് 2000 ജൂലൈ 3 മുതൽ കേരളത്തിന് പുറത്തുള്ള എല്ലാ രൂപതകളിലും ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലായത്. ഇതൊരു രൂപതയോടുള്ള അകൽച്ചയോ ഒരു രൂപതയോടുള്ള അടുപ്പമോ കൊണ്ട് നടത്തിയ കാര്യമല്ല. സഭയുടെ വിശാല കാഴ്ചപ്പാടും സഭയുടെ പുരോഗതിയും വളർച്ചയും ഒന്നു മാത്രമേ അതിൻ്റെ പിന്നിൽ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ചിന്തകളെല്ലാം ഈ ആഗ്രഹങ്ങളെല്ലാം പറത്തിക്കൊണ്ട് ഇന്ന് വീണ്ടും കുർബാന പ്രശ്നം നിലനിൽക്കുകയാണ്. ഏറ്റവും പരമപ്രധാനമായ കാര്യം വിളിച്ചവനോടുള്ള യോഗ്യമായ ജീവിത രീതിയായിരിക്കണം. അതുകൊണ്ട് ഈ മത്സരങ്ങൾ ഒഴിവാക്കണം. അതുകൊണ്ട് തർക്കങ്ങൾ അവസാനിപ്പിക്കണം. എല്ലാ രൂപതയിലും എന്ന പോലെ എറണാകുളത്തും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന പ്രതിസന്ധി ഒഴിവാക്കി സഭയെ വീണ്ടും പുനർജീവിപ്പിക്കാനും വിശാലമായി ആഗോളതലത്തിലേക്ക് വളർന്നുയരാനുമുള്ള സാഹചര്യം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതിന് നേതൃത്വത്തിലിരിക്കുന്ന പിതാക്കന്മാരും വൈദികരും അതിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരണം. സാധാരണക്കാരായ വിശ്വാസികളെ സന്നിഗ്ധാവസ്ഥയിലാക്കരുതേ എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.